ഹായ് ആൾ ഏണസ്റ്റ് അക്കാഡമിയുടെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു ഇൻഫർമേഷനുമായിട്ടാണ്. മറ്റൊന്നുമല്ല, ഫിസിക്സിൽ ഹയർ സെക്കൻഡറി അധ്യാപകന്റെ വേക്കൻസി ഉടൻ വരാൻ പോകുന്നു എന്ന് PSC വിജ്ഞാപനം വന്നിട്ടുണ്ട്. അതായത് വിജ്ഞാപനം ഉടൻ വരും, അതിൻ്റെ നോട്ടീസ് വിജ്ഞാപനം വന്നിട്ടുണ്ട്. അങ്ങനെ നമുക്കതിൻ്റെ വിശദമായ വിവരങ്ങളിലേക്ക് നോക്കാം. ആദ്യമായിട്ട് കഴിഞ്ഞ ഏറ്റവും അവസാനം, അതായത് 9/12/2024 വന്ന പബ്ലിക് സർവീസ് കമ്മീഷന്റെ തീരുമാനത്തിലാണ് ഇതുള്ളത്. അപ്പം ഉടൻ തന്നെ നമുക്ക് ഈ മാസം തന്നെ നമുക്ക് എന്ത് പ്രതീക്ഷിക്കാം, ഇതിന്റെ നോട്ടിഫിക്കേഷൻ വരും എന്നുള്ള കാര്യം കൺസിഡർ ചെയ്യാം. അപ്പോൾ സ്വാഭാവികമായിട്ടും എന്ത് ചെയ്യണം, നമ്മളുള്ള തയ്യാറെടുപ്പുകൾ തോന്നണം. അതിൽ ഈ തയ്യാറെടുപ്പുകൾ തുടങ്ങുമ്പോൾ നമ്മൾ മനസ്സിൽ ഉറപ്പിച്ച് വെക്കേണ്ടുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്. ഇതുവരെ ഉണ്ടായിരുന്ന ഹയർ സെക്കൻഡറി അധ്യാപകന്റെ നോട്ടിഫിക്കേഷൻ പോലെയല്ല ഇത്തവണ ഫിസിക്സുമായിട്ട് ബന്ധപ്പെട്ട നോട്ടിഫിക്കേഷനിൽ ചില വ്യത്യാസങ്ങളുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വരാൻ പോകുന്നൊരു മാസീവ് റിട്ടയർമെൻ്റ് ആണ്. കാരണം കഴിഞ്ഞ കാലങ്ങളിൽ ഒരുപക്ഷെ നമ്മുടെയൊക്കെ പഠിപ്പിച്ചിരുന്ന നമ്മുടെയൊക്കെ പ്രിയപ്പെട്ട +2 അധ്യാപകർ പലരും റിട്ടയർമെൻ്റ് ആയി തുടങ്ങുന്ന കാലഘട്ടമാണ്. നമുക്കറിയാം, അതായത് 2025 മുതലുള്ള കാലഘട്ടത്തിൽ പലരും പടിയിറങ്ങുകയാണ്. അതേതാണ്ട് ഈ ഒരു റാങ്ക് ലിസ്റ്റ് വരുന്ന മുറയ്ക്ക് തന്നെ ഇവർ ഓരോരുത്തരും പടിയിറങ്ങി പോവുകയും അവിടേക്ക് നമ്മൾ ഓരോരുത്തരും റീപ്ലേസ് ചെയ്യപ്പെടുകയും ചെയ്യുന്ന ഒരു അവസ്ഥയിലേക്കാണ് ഈ വരുന്ന കാലഘട്ടം പോകുന്നത്. അതിൽ എത്രത്തോളം സിസ്റ്റമാറ്റിക്കായിട്ട് നമ്മൾ പ്രിപ്പയർ ചെയ്യുന്നു എന്നുള്ളതാണ് നമുക്കിതിൻ്റെ സാധ്യതകൾ വർദ്ധിപ്പിക്കുന്നത്. രണ്ടാമതൊരു ഘടകമുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമുക്കറിയാം ഗവൺമെൻറ്റിൻ്റെ ഭാഗത്ത് നിന്ന് പുതിയ ബാച്ചുകളും ഡിപ്പാർട്ട്മെൻറ്റുകളും ഒക്കെ തുടങ്ങാൻ പോകുന്നു എന്നുള്ളതാണ്. ഗവൺമെൻറ് സ്കൂളുകളിൽ തന്നെ ഈ +2 ബന്ധപ്പെട്ട് പുതിയ ബാച്ചുകളൊക്കെ തുടങ്ങുമെന്നൊരു ഇങ്ങനൊരു സജഷൻ വരുന്നുണ്ട് വിദ്യാഭ്യാസ വകുപ്പിൽ നിന്ന്. അപ്പോൾ സ്വാഭാവികമായിട്ടും അത് കൂടുതൽ വരാൻ സാധ്യത ഗവൺമെൻറ് മേഖലയിൽ തന്നെയായിരിക്കും ഈ ഹയർ സെക്കൻഡറി സ്കൂളുകൾ. അപ്പോൾ അതിലെന്തായാലും സയൻസ് ഒരു വിഷയമായിട്ട് തന്നെ അവർ കൺസിഡർ ചെയ്യുമ്പോൾ ഫിസിക്സ് അധ്യാപകൻ എന്ന് പറയുന്നത്, പ്രത്യേകിച്ചും ഫിസിക്സ് എന്ന് പറയുന്നൊരു വിഷയത്തിന് അനന്തമായ സാധ്യതകളാണുള്ളത്. കുറേ അധികം നാളായിട്ട് ഈ ഒരു ലക്ഷ്യത്തിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്നവരായിരിക്കും. അപ്പം നമുക്കറിയാം, ഇത് പ്രിപ്പയർ ചെയ്യണമെങ്കിൽ അറിവ് കൊണ്ട് മാത്രം പോരാ. PG ലെവലിലാണ് എക്സാം വരുന്നത്. അതുകൊണ്ട് തന്നെ PSCയും നിലവാരം ഉയർത്തിയിരിക്കുകയാണ്. ഇപ്പോൾ അറിയാം, എല്ലാ എക്സാമിനേഷനിലും PSC നല്ല നിലവാരമുള്ള പരീക്ഷകളാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നമ്മളും സിസ്റ്റമാറ്റിക്കായിട്ട് പ്രിപ്പയർ ചെയ്ത് മാത്രമേ നമുക്ക് റാങ്ക് ഹോൾഡർ ആവാൻ പറ്റുകയുള്ളൂ. റാങ്ക് ഹോൾഡർ എന്ന് പറഞ്ഞാൽ തന്നെ ഉന്നതമായ റാങ്ക് ഹോൾഡറിൽ എത്തിയെങ്കിൽ മാത്രമേ നമുക്ക് ഒരു വലിയ അച്ചീവ്മെന്റ് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാക്കാൻ പറ്റുകയുള്ളൂ. അതുകൊണ്ട് തന്നെ ഏണസ്റ്റ് അക്കാഡമിയോടൊപ്പം നിങ്ങൾ അതിനുവേണ്ടി തയ്യാറെടുക്കുക. പിന്നീട് നിങ്ങൾക്ക് ഈ കോഴ്സുമായിട്ട് ബന്ധപ്പെട്ട് അതിലുപരി പഠനവുമായി ബന്ധപ്പെട്ട് നമുക്കൊരു കൃത്യമായിട്ടൊരു സ്റ്റഡി പ്ലാൻ ഉണ്ടായിരിക്കണം. മാത്രമല്ല ഒരു സ്ട്രാറ്റജി ഉണ്ടായിരിക്കണം റാങ്ക് മേക്കിങ്ങിന്. ആ ഒരു ലക്ഷ്യത്തോടു കൂടി ഏണസ്റ്റ് അക്കാഡമി ഒരു വെബിനാർ ഉടൻ കണ്ടക്ട് ചെയ്യുന്നുണ്ടായിരിക്കും. ഈ വെബിനാറിൽ പങ്കെടുക്കുമ്പോൾ നിങ്ങൾക്ക് ഒരു പഠനത്തിനുള്ള കൃത്യമായിട്ടുള്ള ഒരു പ്ലാൻ നിങ്ങൾക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും, ഒരു സ്റ്റഡി പ്ലാൻ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ഈ ഒരു സ്റ്റഡി പ്ലാൻ ലക്ഷ്യം വെച്ചുകൊണ്ട് വരുന്ന പരീക്ഷകൾ ക്രാക്ക് ചെയ്യുക എന്ന ലക്ഷ്യത്തോടു കൂടി മുമ്പോട്ട് പോകാം നമുക്ക് ഒരുമിച്ച്. അപ്പോൾ നിങ്ങൾക്ക് ഇതിൽ പങ്കെടുക്കുന്നതിന് വേണ്ടി താഴെ ഒരു ഗൂഗിൾ ഫോം ഉണ്ടാവും. ഗൂഗിൾ ഫോം ഒന്ന് ഫില്ല് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് വെബിനാറിൽ പങ്കെടുക്കാനും നമ്മൾ ഉടൻ തുടങ്ങുന്ന കോഴ്സിൽ ജോയിൻ ചെയ്യുവാനും ഒക്കെയുള്ള ഒരു സാഹചര്യം ഇവിടെ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. അതുകൊണ്ട് തന്നെ എന്ത് ചെയ്യുക, ഉടൻ തന്നെ താഴെയുള്ള ഗൂഗിൾ ഫോം ഫില്ല് ചെയ്യുക. അപ്പം നിങ്ങളെല്ലാവരും ഗൂഗിൾ ഫോം ഫില്ല് ചെയ്ത് നിങ്ങളുടെ പഠനം സ്റ്റാർട്ട് ചെയ്യുക എന്നുള്ളതാണ് വരാൻ പോകുന്ന ഒരു വലിയ ഒരു ഓപ്പർച്യൂണിറ്റിയാണ്. അധ്യാപകൻ എന്ന് പറയുന്ന ജീവിതത്തിലെ ഏറ്റവും നല്ല ഒരു കരിയറിലേക്കുള്ളൊരു വഴിയാണ് ഗവൺമെൻറ് സാലറിയിൽ. അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ഒരു ജോലി കിട്ടട്ടെ എന്ന് ആശംസിക്കുന്നു. മറ്റൊരു വീഡിയോയിൽ കാണാം. ഗുഡ് ബൈ.